എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നലെ ശുശ്രൂഷിച്ചപ്പോൾ കർത്താവിൻ്റെ ദാസൻ രാത്രിയിൽ പറഞ്ഞൊരു പദമുണ്ട്, മെത്തേഡ്സുകൾ മാറുമെങ്കിലും മെസ്സേജ് മാറുന്നില്ല. നമ്മുടെ ഹോളി കമ്മ്യൂണിയൻ്റെ ചില മെത്തേഡ്സൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കോവിഡിന് ശേഷം വലിയ അപ്പം കൊണ്ടുവന്ന് നമ്മൾ ഒരുമിച്ച് മുറിച്ച് അതിൽ നിന്നൊക്കെ ഭക്ഷിക്കുന്ന ആ ഒരു കാലഘട്ടമൊക്കെ ഒന്ന് മാറി. ഇപ്പോൾ അപ്പവും വീഞ്ഞും ഒന്നിച്ചിങ്ങനെ റെഡിമെയ്ഡായിട്ടൊക്കെ വരുന്ന ഈ മെത്തേഡ് മാറിയെങ്കിലും ഇതിൻ്റെ സന്ദേശത്തിനൊരു മാറ്റവുമില്ല. മാളികമുറിയിൽ യേശുക്രിസ്തു ആരംഭിച്ച ആ സന്ദേശം എത്ര ജനറേഷൻ കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്താതെ നമ്മുടെ പിതാക്കന്മാരത് സൂക്ഷിച്ചു. നമുക്കും അത് സൂക്ഷിപ്പാൻ ദൈവം കൃപ തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവവുമായി ബന്ധപ്പെട്ട് തൻ്റെ അവസാന മണിക്കൂറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഗത്സമനയാണ്, 2 കൽത്തളം എന്നറിയപ്പെടുന്ന ഗബദ, 3 ഗോൽഗോഥ. 4-മത്തെ സ്ഥലത്തിനൊരു പർട്ടിക്കുലർ പേര് പറയാൻ പറ്റത്തില്ലെങ്കിലും അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറ. ആ കല്ലറയ്ക്ക് 2 ഫേസ് ഉണ്ട്. ഒന്ന് ഉരുട്ടിവെച്ച കല്ലും റോമൻ പടയാളികളുടെ കാവലും റോമൻ മുദ്രയും ഉണ്ടായിരുന്നൊരു സമയം. എന്നാൽ ഉരുട്ടിവെച്ച കല്ല് ഉരുണ്ടു മാറിയ സമയം, റോമൻ മുദ്ര ഇരുന്നെടുത്ത് സ്വർഗത്തിൻ്റെ ദൂതൻ ഇറങ്ങിയിരുന്നു. റോമൻ പടയാളികൾ നിലത്ത് കിടക്കുന്നു, അകത്തു വെച്ചവൻ ഉയർത്തെഴുന്നേറ്റു. ഇതൊരു വലിയ ചരിത്ര സത്യമായി ഇന്നും അവിടെ കിടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളും പീഡാനുഭവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ധ്യാനിപ്പാനായിട്ട് കഴിയത്തില്ലെങ്കിലും തൻ്റെ വേദനയുടെ നിമിഷങ്ങൾ ആരംഭിക്കുന്നത് ഗത്സമനയിലാണ്. ഒരു മനുഷ്യൻ്റെയും കയ്യോ ആയുധമോ തൻ്റെ ദേഹത്ത് വീഴുന്നതിന് മുൻപേ തൻ്റെ ചോരത്തുള്ളി വീണത് ഗത്സമന തോട്ടത്തിലാണ്. ഒരായുധം തൊട്ട് വീണതല്ല. പ്രാണവേദനയകത്തുണ്ടായപ്പോൾ പുറത്തു വന്ന ചോരത്തുള്ളിയാ. അതിൻ്റെ അർത്ഥം മാനവരാശിക്ക് വേണ്ടിയുള്ള പീഡാനുഭവം ഗത്സമന തോട്ടത്തിൽ ആരംഭിച്ചു. ഗത്സമന തോട്ടത്തിൽ ടോട്ടൽ സറണ്ടറിങ് ആണെങ്കിൽ ഗബദയിലാണ് ടോട്ടൽ ജഡ്ജ്മെന്റ് നടക്കുന്നത്. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി മുറിവേറ്റും അതിക്രമങ്ങൾ നിമിത്തം തകർന്നും സമാധാനത്തിനുള്ള ശിക്ഷ ആ കൽത്തളങ്ങളിൽ ഏറ്റുവാങ്ങുകയാണ്. ഗോൽഗോഥായിലാണ് മാനവരാശിയുടെ മുഴുവൻ ശാപങ്ങൾക്കും പരിഹാരമായി ആ പ്രൈസ് പേ ചെയ്യുന്നത്. എന്നാൽ അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറ വിളിച്ചു പറഞ്ഞത് അവനവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ശക്തിയാ ഇപ്പൊ ഇവിടെ വ്യാപരിക്കുന്നത്. ഉയർപ്പിന്റെ ശക്തിയാ, പുനരുത്ഥാനത്തിന്റെ ശക്തിയാ ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൂശിക്കപ്പെട്ട് ചോര ഒലിച്ചു കിടക്കുന്ന ഒരു ക്രിസ്തുവല്ല ഇന്ന് രാവിലെ നമ്മുടെ മുൻപിൽ. പിന്നെയോ പുനരുത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവാണ് നമ്മുടെ മുമ്പിൽ. ആ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോടിന് സദൃശ്യമുള്ള കാലുകളുള്ളവൻ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മൾ പുൾപിറ്റ് സെന്റേഡ് ആരാധനയല്ല, ക്രൈസ്റ്റ് സെന്റേഡ് വർഷിപ്പാണ്. പുൾപിറ്റിൽ ആരാണെന്നുള്ളതല്ല, പുൾപിറ്റിൽ ആരാധന ലീഡ് ചെയ്യുന്നു എന്നുള്ളതല്ല, പുൾപിറ്റിൽ ആര് പ്രസംഗിച്ചു എന്നുള്ളതല്ല, കൃപാസനത്തിൽ ആരാണെന്നുള്ളതാണ്. ഗത്സമനയിൽ ഏകദേശം 11 ശിഷ്യന്മാരുമായി ആ തോട്ടത്തിലേക്ക് കെദ്രോൻ തോട് കടന്ന് യേശു പ്രൈവറ്റ് പ്രയറിന് വേണ്ടി പോകുന്ന ആ തോട്ടത്തിലേക്ക് കയറി ചെന്ന് 8 പേരെ ആ എൻട്രൻസിൽ ഇരുത്തിയിട്ട് ഏറ്റവും പ്രൈവറ്റ് പ്രയറിന് ആത്മാർത്ഥത. നമ്മുടെ വേദനയിലൊക്കെ നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്നത് നമ്മുടെ ശത്രുക്കൾ അടുത്തിരിക്കാനല്ല, നമ്മുടെ മിത്രങ്ങൾ അടുത്തിരിക്കാനാണ്. ആ മിത്രങ്ങളിൽ തന്നെ നമ്മളോട് അസൂയയില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന ചിലർ നമ്മുടെ അടുത്തിരിക്കുന്നതാണ് നമുക്കിഷ്ടം. യേശുവിൻ്റെ ഭൂമിയിലെ ഏറ്റവും കാഠിന്യമേറിയ ഒരു സമയത്ത് ഏറ്റവും ആത്മാർത്ഥതയുള്ള 3 പേരെയാണ് കൂടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. വേദനകൾ പങ്കിടാൻ എപ്പോഴും ആരെങ്കിലും ഉള്ളത് നല്ലതാ. വേദനകൾക്ക് കുറവുകൾ ഉണ്ടാകും, വിടുതലുകൾ ഉണ്ടാകത്തില്ല. വിടുതൽ എപ്പോഴും പ്രാർത്ഥനയിലേ ഉള്ളൂ.
ഷെയർ ചെയ്യുമ്പോൾ ഒരല്പം ആശ്വാസമുണ്ടെങ്കിലും വിടുതൽ എപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ. കൂടെ പ്രാർത്ഥിക്കാൻ 3 പേരെ നമുക്കറിയാം. അവരെ മറ്റ് പല സ്ഥലങ്ങളിലും മുൻപ് മറുരൂപാമലയിൽ അവരെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയപ്പോൾ അവർ ഉറങ്ങിയതാ. ഒരനുഭവം കൊണ്ടും നമ്മൾ ചിലത് പഠിച്ചില്ലേ, രണ്ടാമത് നമ്മൾ വീണ്ടും പഠിക്കും. ഈ ഉറങ്ങുന്നവരെ ഞാൻ പിന്നൊരു മീറ്റിങ്ങിന് കൊണ്ടുപോകത്തില്ല. കാരണം യവന്മാർ മുൻപ് ഉറങ്ങിയവരെ പിന്നെയും രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് കർത്താവ് അവരെ തന്നെ കൊണ്ടുപോവുക. യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന സമയത്ത് ഈ 3 പേരെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയും മരണത്തെ ജയിച്ചതിൻ്റെ ശക്തിയൊക്കെ കണ്ട ശിഷ്യന്മാരാണ്. പക്ഷേ ഒരു കല്ലേറ് ദൂരം, ഒരല്പ ദൂരത്തേക്ക് മാറി ക്രിസ്തു പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയ. എല്ലാവർക്കും ഒരു ഗത്സമനയുണ്ട്. ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഒരു ഗത്സമനയുണ്ട്. ഏതാ നമ്മുടെ ഗത്സമന എന്നറിയാമോ? ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ നമ്മൾ കയറുമ്പോൾ വാക്കുകൾ കിട്ടാതെ വരും. വെറുതെ ഇരുന്ന് ചുമ്മാ കരയുന്ന സമയങ്ങളുണ്ട്. ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഒരു വാക്ക് വരണ്ടേ? വാക്കുകളില്ലാത്ത നിമിഷങ്ങൾ, ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും ഒക്കെ ഒരു ഭീകരമായ, യേശു തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഉള്ളം പ്രാണവേദനയിൽ, മരണവേദനയിൽ, അതിദുഃഖത്താൽ വ്യാകുലപ്പെടുന്ന ഈ പദങ്ങളൊക്കെ സുവിശേഷകന്മാർ മാറി മാറി എഴുതിയിട്ടുണ്ട്. മർക്കോസില് മത്തായിയുടെ സുവിശേഷം 26, മർക്കോസ് 14, ലൂക്കോസ് 22, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം. 4 സുവിശേഷകന്മാരും ഗത്സമനയിലെ പ്രാർത്ഥന വളരെ വിശദമായിട്ട്, യോഹന്നാനാണ് ദൃക്സാക്ഷിയെങ്കിൽ താൻ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കാൻ പോയി എന്ന്. എന്നാൽ മത്തായിയും മർക്കോസും ഡോക്ടർ ലൂക്കോസൊക്കെ വളരെ മെഡിക്കൽ പരമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ വിശുദ്ധീകരിച്ച് നൽകുമ്പോൾ ഈ ഗത്സമനയിലെ പ്രാർത്ഥനയിൽ 3 പേർ തന്നോടൊപ്പം പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ട് ആത്മാർത്ഥത കാട്ടുമെന്ന് ചിന്തിച്ചവർ ഉറങ്ങുകയാണ്. കുറച്ചുകൂടെ മാനസിക പ്രയാസങ്ങൾ നമുക്കുണ്ടാകത്തേ ഉള്ളൂ. 3 പ്രാവശ്യം വന്ന് തട്ടി ഉണർത്തുമ്പോഴും ഉറങ്ങുന്ന ശിഷ്യന്മാർ. എന്താ ഉറങ്ങിയേ? ഉറങ്ങുന്നത് തെറ്റാന്നോ? ഒരാള് ഞാൻ പ്രസംഗിക്കുമ്പോൾ യോഗത്തിലിരുന്ന് ഉറങ്ങിയാൽ എനിക്ക് സന്തോഷമാണ്. കട്ടിലിൽ പോലും ഉറങ്ങാൻ പറ്റാത്തവർ നമ്മുടെ ഒരു യോഗത്തിൽ ഉറങ്ങിയെങ്കിൽ അതൊരു ശുശ്രൂഷയുടെ വിടുതലായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരല്പനേരം ഉറങ്ങട്ടെ. നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവർക്ക് ഉറക്കം കിട്ടിയല്ലോ. കാരണം കട്ടിലിൽ എയർ കണ്ടീഷനകത്ത് കിടന്നിട്ട് ഉറങ്ങാത്ത ഒരാൾക്ക് രോഗശാന്തി കിട്ടുന്നത് പോലെയായത്. ഉറക്കം പാപമല്ല, പക്ഷെ അസമയത്തും അസ്ഥാനത്തും. ശിംശോനെ, നീ ഉറങ്ങിക്കോ, പക്ഷെ അസ്ഥാനത്താണ് നിന്റെ തലയിരിക്കുന്നത്. ശൗലേ, നീ ഉറങ്ങിക്കോ, പക്ഷേ ആയുധം നിന്റെ തലയ്ക്കിൽ നിന്ന് പോയത് നീ അറിഞ്ഞിട്ടില്ല. നോഹായെ, നീ ഉറങ്ങിക്കോ, പക്ഷെ നീ അയോഗ്യമായിട്ടാ കിടക്കുന്നത്. ഒരുപാട് ഉറക്കങ്ങളുണ്ട്. ഏലിയാവെ, ഉറങ്ങിക്കോ, പക്ഷെ അസമയത്താ നീ ഉറങ്ങുന്നത് പാപമല്ല, പക്ഷെ അസ്ഥാനത്തും അസമയത്തും ഉറങ്ങുന്നത് പാപമാ. എന്താ ഇവർ ഉറങ്ങിയത്? ഇവർക്ക് അറിയില്ല നെക്സ്റ്റ് എന്താണെന്ന്. പക്ഷെ ഉറങ്ങാത്ത ഒരുവൻ അവിടെ ഉണ്ട്. അവൻ അറിയാം അടുത്ത മണിക്കൂറിൽ എന്താണെന്ന്. ഒരു വീട്ടിനകത്ത് ഒരു മുറിയിൽ ഒരാൾ ഏങ്ങലടിച്ച് കരയുകയും പ്രാർത്ഥിക്കുകയും മറ്റു മുറികളിൽ എല്ലാവരും നല്ല സുഖമായി ഉറങ്ങുകയും ചെയ്യുന്നെങ്കിൽ ആ മുറിയിൽ പ്രാർത്ഥന ഉയരുന്നവന് എന്തോ ഒരു വെളിപ്പാടുണ്ട്. അതുകൊണ്ടാ അവൻ ഉറക്കെ കരയുന്നത്. അവനറിയാം അടുത്ത മണിക്കൂറിൽ, അടുത്ത മാസം, അടുത്ത ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. വെളിപ്പാടുള്ളവൻ ഉറങ്ങാൻ പറ്റത്തില്ല. അവൻ ഉടരാൻ തുടങ്ങും, അവൻ നിലവിളിക്കാൻ തുടങ്ങും. എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരു വീട്ടിൽ ഒരാൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്തോ അകത്തൊരു വെളിപ്പാട് ആ വ്യക്തിയുടെ അകത്ത് ദൈവം നൽകിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന് അറിയാം മണിക്കൂറുകൾ കഴിയുമ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്. കൽത്തളത്തിൽ, ഗബതയിൽ, ഗോൽഗോഥയിൽ എന്ത് സംഭവിക്കുന്നു? കൂടെ മരിക്കാമെന്ന് പറഞ്ഞവൻ തള്ളിപ്പറയാൻ പോകുന്നു. ഇന്നലെ മണിക്കൂറുകൾക്ക് മുമ്പ് എൻ്റെ കൂടെ അത്താഴത്തിനിരുന്നവൻ, ഞാൻ കാൽ കഴുകിക്കൊടുത്തവൻ ശത്രുവിന്റെ പാളയത്തിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഞാൻ തകരാതെ നിൽക്കണമെങ്കിൽ ഞാൻ ഇവിടെ മുട്ടുകുത്തി നിലവിളിച്ച് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. Praise God.
ഗത്സമനയിലെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മാർത്ഥത കാട്ടുമെന്ന് നാം ചിന്തിക്കുന്നവരും അകന്നു മാറുന്ന സമയങ്ങളുണ്ട്. അവരും നമ്മളെ മനസ്സിലാക്കാത്ത മണിക്കൂറുകളുണ്ട്. താങ്ങേണ്ടവർ നമ്മളെ കൈവിടുന്ന സമയങ്ങളുണ്ട്. വാക്കുകൊണ്ട് സഹായിക്കേണ്ടവർ നമ്മളിൽ നിന്ന് അകന്നു മാറുന്ന സമയങ്ങളുണ്ട്. എങ്കിലും നിങ്ങൾ തളരരുത്, നിങ്ങൾ മുട്ടുകുത്തണം, നിങ്ങൾ നെടുമ്പാട് വീഴണം. ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചിന്തിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കരുത്. നിങ്ങൾ നിലവിളിക്കേണ്ടടുത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടടുത്ത് നിങ്ങളുടെ അതരത്തിൽ നിന്ന് നിങ്ങളുടെ ശബ്ദം തന്നെ ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് വിടുതൽ ലഭിക്കുകയുള്ളൂ. പ്രൈസ് ഗോഡ്. ഗത്സമന പ്രാർത്ഥനയിൽ ഒരു കാര്യം നമ്മളെ കർത്താവ് പഠിപ്പിക്കുക. നമ്മൾ ആത്മാർത്ഥത കാട്ടുമെന്ന് ചിന്തിച്ചവരും കാട്ടാതിരിക്കുമ്പോൾ സ്വർഗം നമ്മളെ കൈവിടത്തില്ല. ഇവരുറങ്ങിയപ്പോഴും സ്വർഗം ഉറങ്ങിയിട്ടില്ല. God sent an angel. ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച ആരും ഒറ്റയ്ക്കാകത്തില്ല. ഇവിടെ ആരും നിങ്ങളോട് മിണ്ടിയില്ലെന്ന് വിചാരിച്ച നിങ്ങൾ ശബ്ദം കേൾക്കാത്തവരാകത്തില്ല. ഇവിടെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലാതെ വരത്തില്ല. നാം സേവിക്കുന്ന ദൈവം ഇന്നും തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി ഇറക്കി നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. ആ ഒരു ധൈര്യം ഈ പകൽ പ്രാപിച്ചെടുക്കണം. അവൻ ഏകനല്ല, സ്വർഗം ഒരു ദൂതനെ അയച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് അവനെ ബലപ്പെടുത്തുവാൻ. ചിലത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് തകരും, ചിലത് അനുഭവിക്കുമ്പോൾ നമ്മൾ തളരാൻ തുടങ്ങും. പക്ഷേ പെട്ടെന്ന് സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവനെ ബലപ്പെടുത്തിയെന്ന് നമ്മൾ കാണുന്നത്. ഗത്സമനയിലെ പ്രാർത്ഥനയിൽ ഞാൻ വേഗം നിർത്താം. മറ്റൊരു കാര്യം ഡോക്ടർ ലൂക്ക് എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയെന്നറിയാമോ? അവൻ പ്രാണവേദനയിലായി, അവൻ അതിദുഃഖിതനായി, അവൻ്റെ ചോരത്തുള്ളികൾ വിയർപ്പ് തുള്ളികളോടുകൂടെ നിലത്ത് വീഴാൻ തുടങ്ങി. പക്ഷെ അവിടെ ലൂക്കോസും പറയാത്തൊരു കാര്യം പൗലോസ് ആത്മാവിൽ എഴുതിയിട്ടുണ്ട്. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയോടും അഭയയാചനയോടും. അവിടെ കണ്ണുനീരോടുണ്ട്. ഗത്സമനയിലെ പ്രാർത്ഥനയിൽ ടിയേഴ്സ് ഉണ്ട്, സ്വെറ്റ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്. കർത്താവ് ഈ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുന്നൊരു എഴുന്നേൽപ്പുണ്ട്. വരുവീൻ, നമുക്ക് പോകാം. ശക്തി പ്രാപിച്ചു, എന്തിനേയും നേരിടാനുള്ളൊരു ബലം പ്രാപിച്ചു. വരുവീൻ, നമുക്ക് പോകാം. ഈ ശക്തി എവിടുന്നാ വരുന്നതെന്നറിയാമോ? പ്രാർത്ഥനാ മുറിയിലെ കണ്ണുനീര്, പ്രാർത്ഥനാ മുറിയിലെ വിയർപ്പ്, പ്രാർത്ഥനാ മുറിയിലെ നമ്മുടെ ആ സ്വെറ്റ്, നിലവിളി, നമ്മുടെ ആ കണ്ണുനീര്, നമ്മുടെ ആ വിയർപ്പ്, നമ്മുടെ ആ രക്തത്തുള്ളികൾ, ഇത് മൂന്നും മെഡിക്കൽ സയൻസ് പറയുന്നു അങ്ങനെ ഉണ്ടാകും. ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ചില വെയിനുകളിൽ നിന്നൂടെ ഇങ്ങനെ വിയർപ്പിനോടുകൂടെ രക്തം നിലത്തു വരാൻ സാധ്യതകളുണ്ട്. യേശുവിൻ്റെ രക്തത്തുള്ളികൾ നിലത്തു വീഴുന്ന സമയം ഡോക്ടർ ലൂക്ക് പറയുകയാണ്, ഗത്സമനയിൽ തന്നെ മാനവരാശിയുടെ പാപത്തിനു വേണ്ടിയുള്ള പരിഹാരത്തിൻ്റെ ആ രക്തത്തുള്ളികൾ നിലത്തു വീഴുകയാ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഏറ്റവും ഒടുവിൽ മർക്കോസ് എന്ന സുവിശേഷകൻ, ബാക്കി സുവിശേഷകന്മാർ പറഞ്ഞു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം. പക്ഷേ മർക്കോസ് മാത്രം പറയുക, പിതാവേ കഴിയുമെങ്കിൽ ആ നാഴിക, ആ മണിക്കൂറുകൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുമോ? ഏതാണ് ആ മണിക്കൂറുകൾ? 6 മണി നേരം മുതൽ 9 മണി നേരം വരെ. ബാക്കി എല്ലാ മണിക്കൂറും ഞാൻ സഹിക്കാം. കൽത്തളത്തിൽ പീലാത്തോസ് എന്നെ ഇഞ്ചിഞ്ചായി ചതച്ചോട്ട് ഞാൻ സഹിച്ചോളാം. ഗോൽഗോഥായിൽ അവരെന്നെ ഇഞ്ചിഞ്ചായി തകർത്തോട്ട് ഞാൻ സഹിച്ചോളാം. പക്ഷേ നീ എന്നെ കൈവിടുന്ന 1 മണിക്കൂറുണ്ട്. വി.എ. തോമസ് സാർ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്ന ഒരു ദൈവദാസൻ പറഞ്ഞു, ഗോതമ്പെന്തമണി നിലത്തു വേണം, അത് പൊടിയായി മാവായി കുഴച്ച്. ഇതെല്ലാം ഗോതമ്പ് മണി ആളുകൾ കാണുന്നുണ്ട്, കുഴയ്ക്കുന്നതും പൊടിക്കുന്നതും എല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഇത് ബോർമയിലോട്ട് കയറ്റുന്നൊരു സമയമുണ്ട്. അവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ബോർമ തുറക്കുമ്പോൾ വെച്ചത് മാവാണെങ്കിൽ തിരിച്ചു വരുന്നത് അപ്പമാ. ക്രിസ്തു ജീവന്റെ അപ്പമായി തീരുന്നത്,
ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു ജീവന്റെ അപ്പമായി തീരുന്നത്, ആ മണിക്കൂറുകളിൽ അവനകത്ത് ആ ദൈവത്തിന്റെ ക്രോധാഗ്നിയിലൂടെ കടന്നു പോവുകയാ. ഇന്നൊരു സ്തോത്രം പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയുന്നെങ്കിൽ, ഇന്ന് നാം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുന്നെങ്കിൽ, അതിന്റെ അർത്ഥം നമുക്ക് വേണ്ടി 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ഇരുട്ടിനകത്തേക്ക് പോയി. Praise God. പിതാവ് പോലും പുത്രനെ കൈവിടപ്പെടുന്ന ഒരു നിമിഷമുണ്ടായിരുന്നു. ആ നാഴികയാ. പക്ഷേ റിമൂവലിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ റിമൂവൽ അല്ലായിരുന്നു മറുപടി. പകരം, ഞാൻ ഇതൊന്നും മാറ്റിത്തരാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഇതിലൂടെ പോകാനുള്ളൊരു ശക്തി തരാൻ ആഗ്രഹിക്കുക. ഇതാ എൻ്റെ ഉള്ളിൽ ദൈവം ഇന്ന് നിങ്ങളോട് പറയാൻ. ചിലത് മാറിക്കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചിലത് മാറിപ്പോകാൻ ആഗ്രഹിച്ച് നിലവിളിക്കുന്നുണ്ടോ? എന്നാൽ ദൈവം എല്ലാ കാര്യങ്ങളും മാറ്റിത്തരാനല്ല ആഗ്രഹിക്കുന്നത്, അതിലൂടെ പോകാൻ ദൈവം നമുക്കൊരു ബലം തരാൻ പോവുകയാ. നിങ്ങൾ അതിലൂടെ പോയേ പറ്റൂ. നിങ്ങൾ ആ പ്രതിസന്ധി നേരിട്ടേ പറ്റൂ. നിങ്ങൾ ആ താഴ്വരകൾ കടന്നേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കത്തില്ല. നിങ്ങൾക്ക് അതിലൂടെ പോകാൻ ഒരു ബലം കർത്താവ് തരും, ഒരു ശക്തി കർത്താവ് തരും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഈ ശൂലം ഒന്ന് മാറിക്കിട്ടുമോ? പക്ഷെ മാറ്റുകയല്ല, പകരം എൻ്റെ കൃപ, എൻ്റെ ശക്തി. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയങ്ങൾക്കകത്ത് തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതമാണോ, മുറിവേറ്റിരിക്കുന്ന വ്യക്തി ജീവിതമാണോ, നീ ഇതിലൂടെ പോയേ പറ്റൂ. ഒരു കാലം നീ ഇതിനകത്ത് പോയെങ്കിൽ മാത്രമേ, പക്ഷെ നീ ഒറ്റയ്ക്കായിരിക്കത്തില്ല. ബലം തരുന്നൊരു ദൈവമുണ്ട്, ശക്തി തരുന്നൊരു ദൈവമുണ്ട്, കൃപ തരുന്നൊരു ദൈവമുണ്ട്.